പ്രിയ കൂട്ടുകാരെ നമസ്കാരം. അപ്പം എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് അറിയാം. കുറച്ച് നീണ്ട വേളയ്ക്ക് ശേഷം ഞാൻ പിന്നെയും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ വെക്കേഷനൊക്കെ സ്റ്റാർട്ടായപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ അടുക്ക് നമ്മൾ കുറച്ച് മാവിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇതാക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. എൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കണ ഈ മാവ് ഉണ്ടാവും, ഇത് നമ്മൾ തന്നെ ലെയർ ചെയ്ത മാവാണ്. ഇത് കാലാപ്പാടിയാണ്, സീസണില്ല, എല്ലാ സീസണിലും കായ്ക്കും. ഇവിടെയൊക്കെ കായ്ച്ചിക്കണത് അടിയിലാണ് കായ്ച്ചിക്കണത്. ഇപ്പം കുഞ്ഞിട്ട് എന്താ പറയുക, 5 വയസ്സായ മക്കൾക്ക് വരെ ഇങ്ങനെ പറിച്ചിട്ടുണ്ട് പോയി കൊടുക്കാനുള്ളൂ. അത്രക്കും എൻ്റെ സമാധാനം അത് തന്നെയാണ്. ഇന്നേക്കാടി ഹൈറ്റ് വെക്കൂല, ഈ മാവുകൾ ഇങ്ങനെ പരന്ന് പോകുന്നുണ്ട്. ഞാൻ എയർലൈൻ ഇത് ഉണ്ടായാലേ ഏറ്റവും വിജയകരമായ ഒന്നാണ് ഇത്. എല്ലാ കൊമ്പുമലും ഏകദേശം എല്ലാ കൊമ്പുമലും പൂവുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് കാലാവസ്ഥ മോശമല്ല, ഇടയ്ക്കൊരു മഴ പെയ്യണോണ്ട് കൊമ്പിൽ പൂവൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ കുറച്ചൊക്കെ നമുക്ക് ആവശ്യമുള്ള പൂതിക്കൊക്കെ തിന്നാനുള്ള മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഈ മാങ്ങ. അപ്പം നമുക്ക് ഇനി മേലെ കുറച്ച് അപകടകാരികൾ നമ്മളെ മാങ്ങകളൊക്കെ ചെറിയൊരു ഇതുകൾ വെക്കുന്നുണ്ട്. അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സൂത്രപരിപാടികൾ നടത്തുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം. പിന്നെ വേറെ ഒരു കാര്യം, ഇത് കണ്ടോ, തായ് കുള്ളമാവാണ്. ഇതിൽ കായ്ച്ച് മടുത്തതാണ്. ഇത് കണ്ടോ, നിറച്ചും കായ്ച്ചിക്കണം. മേലക്കൊക്കെ നോക്കി അറിയാം, അത്രക്കും കായ്ച്ചിക്കണം. നമുക്കൊരു കാലം കറി വെക്കാനുള്ളത് കഴിയുമ്പോഴത്തേന് അടുത്ത കാലത്തേക്കുള്ളത് അവിടെ പൂത്തിട്ട് കറി വെക്കാനായിട്ടുണ്ട്. പിന്നെ ഞങ്ങളിത് പഴുത്താൽ അത്ര വലിയ ടേസ്റ്റ് ഇല്ല, അതുകൊണ്ട് കറിയൊക്കെ ഇടാൻ സൂപ്പറാണ്. അതായത് ഫിഷ് മാംഗോ കറിയിലൊക്കെ ഇത് അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ കറിയിലിടാൻ മെയിൻ പുള്ളി തന്നെ ഇതാണ്. അതുകൊണ്ട് ഞങ്ങളിത് വെട്ടലേ ഇല്ല, അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പം നമുക്കിങ്ങനെ മേലെ പോയി വെക്കാം. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഉള്ള എല്ലാ മാവും നമുക്കൊന്ന് നോക്കി വെക്കാം. ഇത് കൊണ്ടോ, ഇപ്രാവശ്യം കുളമ്പൊക്കെ കൊല കുത്തി കായ്ച്ചിട്ടുണ്ട്. അത്രക്കൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. ഇതെന്താ വെച്ചാൽ നമുക്ക് കൊല കൊടുക്കാണ്ട് പൊട്ടിച്ച് കയ്യിലാണ്ട് പൊട്ടിച്ചാൽ മതി. കണ്ടോ, അപ്പോൾ ഇത് നമ്മളെ ഇത് കുളമ്പൊക്കെ ഓരോ പ്രാവശ്യം 4ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. രസം എന്താണെന്ന് വെച്ചാൽ ഈ മാവിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങകൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് ആദ്യമായിട്ടൊന്നുമില്ല, നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് തന്നെ കുറേ പ്രാവശ്യം നമ്മൾ കുളമ്പിനായിട്ട് പറയുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് കഴിച്ച ഒരാളുണ്ട് നമ്മളോട്. ഇതാണ് ജംബോ റെഡ്, ഇത് R22 എന്നും പറയും. നല്ല റെഡിന് വരെയെങ്കിൽ നല്ല രസമുള്ളൊരു പീച്ച് കളറിലാണ് ഇത് മാങ്ങ കണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എൻ്റെ കളർ തന്നെ നല്ല അട്രാക്ഷനുള്ള ഒരു മാങ്ങ. അല്ലാതെ നമ്മളെ എക്കാലത്തെ ഫേവറേറ്റ് നമ്മളുടെ നാൻഡോ ഗോൾഡ് ഇവിടെ നന്നായിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഓരോ കൊമ്പുമലും ഓരോന്നാണെങ്കിലും എല്ലാ കൊമ്പുമലും കായ്ച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് സീസണായിട്ട് 2ാമത്തെ പൂക്കലാണ് പൂത്തിട്ടുള്ളത്. അങ്ങോട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും, നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെ കുളിർക്കണ ഒരു കളറുള്ള മിയാസാക്കി, ആ മിയാസാക്കി ഇത് അവിടെ കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഒരു മാങ്ങ ഉണ്ടായിരുന്നു. അത് പകുതി അണ്ണാൻ കഴിച്ച് പകുതി നമ്മൾ കഴിച്ച്. പകുതി പച്ച തന്നെ കഴിച്ചോണ്ട് നല്ല നമുക്ക് പച്ച തന്നെ പൊട്ടിക്കേണ്ടി വന്നു. അതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. കളർ കണ്ടാൽ തന്നെ അറിയാം നല്ല രസമുള്ളൊരു മാങ്ങയാണ്. പിന്നെ ഇതാ ഇതിൻ്റെ മേലൊക്കെ ഉണ്ടായിരിക്കുന്നത്, ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മളുടെ ശരിക്കൂട്ടത്തിലേക്ക് പോകാം. ഇത് കഴിഞ്ഞ വർഷത്തിനേക്കാളും വളരെ വിപുലമായിട്ട് ഇത് കായ്ച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ എല്ലാ കൊമ്പുമലും ഇത് കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആകെ 4 5 എണ്ണം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇതല്ല വലിയ മാങ്ങയാണ്. ഉണ്ടായ അനുഭവം കൊണ്ട് പറയുകയാണ്, ഓരോ മാങ്ങ ഈ വലിപ്പത്തോളം വരും. ഞാൻ ചാനൽ ഇട്ടിക്കണ തോന്നുന്നുണ്ട്, ഓർമ്മയില്ല. നല്ല ഭംഗിയാണ്, അത് വലിപ്പം ഭംഗിയും മാത്രമല്ല നല്ല ടേസ്റ്റാണ് ഇതിന്.
പിന്നെ ഇതാ എക്കാലത്തെയും നമ്മളെ കായ്ച്ച് കൂടെ നിൽക്കുന്ന ഒരാളാണ് കാട്ടിമൂണ്. കാട്ടിമൂണ് ഇതാ ഇപ്രാവശ്യം ഇപ്പോഴാണ് പൂത്ത് തുടങ്ങുന്നത്. നല്ല കൊല കുത്തി കായ്ച്ച് വരുന്നുണ്ട്. എനിക്ക് തോന്നണത് ഇത് മഴക്കാലം ആവുമ്പോഴും നമുക്ക് മാങ്ങ കിട്ടാനുള്ള റേഞ്ചിനാണ് ഈ കാട്ടിമൂണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് വൈകിക്കണി ഞാൻ നേരെ ബനാനയിലേക്ക് പോവാം. ഇതാ നമ്മളുടെ ബനാന മാങ്കോ നിറച്ചും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഇത് പിടിച്ച് നോക്കിയാൽ തന്നെ ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും നിറച്ചുണ്ടായിട്ടുണ്ട്. ഈ മാങ്ങക്കൊക്കെ സപ്പോർട്ടായിട്ടാണ് എന്താ ഈ ഒരു മുളപടി ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മാവ് മൊത്തം ഇടിയും, അത്രക്ക് വെയിറ്റൊക്കെ ഉണ്ട്. നല്ല നീളമുള്ള ഒരു ഭംഗിയില്ല, നല്ല ഭംഗിയുണ്ട് തന്നെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാങ്ങ പച്ചയെ തന്നെ കാണാൻ. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് മൂക്കുമ്പോഴത്തിന് ഇത് നമുക്ക് അണ്ണാമാരൊക്കെ കൊത്തിക്കൊണ്ട് നമുക്ക് കിട്ടാതാവാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു ഉടായ്പ് പരിപാടി നടത്താം. ഉടായ്പ് വലുതായിട്ടൊന്നും ചെയ്യാം, എല്ലാവരും ചെയ്യുന്നത് നമ്മളെ മാങ്ങ കവറിട്ടിട്ട് പൊതിഞ്ഞ് നിർത്തൽ. അപ്പം അതിൽ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ പാക്കിങ്ങിന് മാങ്ങ പൊതിന പാക്കിംഗ് കവറിനൊക്കെ 50 600 രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്ര റേഞ്ചുള്ള സാധനമൊന്നും വേണ്ട, നമുക്ക് സാധാ പ്ലാസ്റ്റിക് കവർ മതി. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അണ്ണാമാരെ ശല്യമൊന്നും വലുതായിട്ടുണ്ടാവില്ല, അത്രയും പറയാറ്റുള്ളൂ. വലുതായിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടാവും. ഇതേപോലെ കൊല കുത്തിക്കണതിനൊന്നും നമുക്ക് ചെറിയ കവർ പറ്റില്ല. അതിനായിട്ട് വലിയ കവർ എടുത്തിട്ട് അങ്ങനെ ഇതേപോലെ ഒന്നാകെ പൊതിയലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇത് കണ്ടോ, ഇതേപോലെ ഒന്നാകെ പൊതിഞ്ഞ് വെക്കലാണ് നമ്മൾ ഇങ്ങനെ കൂട്ടായിട്ട് നിൽക്കുന്ന മാങ്ങകളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതേപോലെ എല്ലാ മാങ്ങകളും ചെയ്യാണ്ട്, പക്ഷെ അതൊക്കെ ചെയ്യണത് വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറെടുക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൂടാതെ എല്ലാ വീട്ടിലും പരമാവധി വെറൈറ്റി മാങ്ങകൾ കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുക. ഇനി സ്ഥലമില്ലെങ്കിൽ ഇതൊക്കെ കണ്ട ടെറസിന് മേലെങ്കിലും കയറ്റി വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ വെറൈറ്റി നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി, അതായത് ഒരാളിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുക എങ്ങനത്തെ വെറൈറ്റിയാണ് ഏറ്റവും നല്ലത് ടെറസിൽ വെക്കാൻ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ടെറസിൻ്റെ മേലെ ഇത് കൊണ്ടുവയ്ക്കുക. ഇത് അടിപൊളി റിസൾട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ട് പറയണം. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, ബൈ. ഒരു കാര്യം കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ മറക്കല്ല കേട്ടോ. ബൈ.